ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഷൈനിയുടെ വിഷയം നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആ സ്പിരിറ്റ് ഇപ്പോൾ കാണുന്നില്ല. അത് കെട്ടണഞ്ഞു പോകുന്ന പോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ സഭയ്ക്ക് വേണ്ടിയൊക്കെ ആരോ നിലകൊള്ളുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ സത്യം പറഞ്ഞാൽ സഭാധികാരികളൊക്കെ ഉണ്ട്. മൂലക്കാട് ബിഷപ്പിൻ്റെ ഒക്കെ സമൂഹത്തിൽ നിന്നാണ് 2 ആത്മഹത്യ ഇപ്പോൾ നടന്നിരിക്കുന്നത്, ജിസ്മോളുടെയും ഷൈനിയുടെയും. അവർ പ്രസ്താവന നടത്തിയില്ലെങ്കിൽ പോലും കുറ്റാരോപിതനായ വ്യക്തിയെ അല്ലെങ്കിൽ ആ പുരോഹിതനെ മാറ്റി നിർത്തേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. മൂലക്കാട്ട് പിതാവ് ഇതിനകത്ത് അഭിപ്രായവും പ്രസ്താവന ഇറക്കിയില്ലെങ്കിൽ പോലും അതിലും വലിയ പൊക്കത്തിയിരിക്കുന്ന തറയിൽ പിതാവ് പറഞ്ഞു, ഏതോ ഒരു സ്ത്രീ 2 പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ പോയി മരിച്ചു എന്നുള്ളത് എന്തൊരു പോഴത്തരം അങ്ങനെ വിളിച്ചു പറഞ്ഞതെന്ന് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭാ പഠനങ്ങളനുസരിച്ച് മാമോദീസ വഴിയായിട്ടും തൈലാഭിഷേകം വഴിയായിട്ടും ക്രൈസ്തവ കുടുംബത്തിലെ അംഗമാകും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സഭ അതറിയാൻ മേലാത്തതുകൊണ്ടാണോ? മാർപ്പാപ്പേനെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഇങ്ങേർക്ക് ഇതറിയാൻ മേലാത്തതുകൊണ്ടാണോ? ഏതോ ഒരു സ്ത്രീ അവർ ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരു നീറ്റിലും നിലയിലും നിൽക്കാതെ അപമാനവും ചവിട്ടും തൊഴി എത്രമാത്രം അവരുടെ അടിവയറ്റിൽ കരുവാളിച്ച് കിടന്നിരുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരാഴ്ചയോളം ബ്ലീഡിങ്ങിനെ ചികിത്സിച്ചു. ഇതൊക്കെ ഒരു അപ്പനും അമ്മയ്ക്കും അല്ലേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഒരു അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവുള്ളൂ. അവരത് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്. അവരുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ഞാൻ പറയാം, ഇതിൻ്റെ എല്ലാം മുന്നേ കണക്ക് ബോധിപ്പിക്കേണ്ടി വരികയില്ലേ? ഇതെല്ലാം തമ്പുരാൻ്റെ വേണേൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരികയില്ലേ? അതാ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത്. ബൈബിളിനകത്ത് കിടപ്പുണ്ട്, പച്ച മരത്തോട് മനുഷ്യനെ ഇപ്രകാരം ചെയ്താൽ ഉണങ്ങിയതിനോട് എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന്. ആ ഒരു അവസ്ഥയിലല്ലേ നിൽക്കുന്നത്. ഒരു ആർച്ച് ബിഷപ്പിന് പറയാൻ കൊള്ളാവുന്ന വർത്തമാനമല്ല അങ്ങനെ പറഞ്ഞു. എന്താണ് ഇതിനകത്ത് തെറ്റ് പറ്റിയെങ്കിൽ അത് പരിശോധിക്കുക. അതിനകത്ത് ആ കാര്യത്തിൽ ഒരു കാരിസ്മാനിലെ ബിജിൽ ചാക്യാത്ത് എന്ന് പറഞ്ഞൊരു അച്ഛൻ മാത്രമേ അതിനകത്ത് നല്ലൊരു അഭിപ്രായം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞു വീട്ടുകാര്യങ്ങൾ ഇടപെടരുതെന്ന്. അത്രയെങ്കിലും പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹത്തിന് പറ്റി. അത് വളരെയധികം സുദീർഘമായിട്ടുള്ളൊരു വാക്കായിട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുന്നു, അറിയുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് ഷൈനയുടെ വീട്. കാരണം ഏറ്റുമാനൂരിൽ നമ്മുടെ IT ഒക്കെ പോകുന്ന വഴിയുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന വഴി, നീണ്ടൂർ വഴി. ആ വഴിക്കാണ് കാരിസ്മാൻ. അവിടുത്തെ ഒരു അച്ഛനാണ് ഇത് പറഞ്ഞത്. വളരെയധികം ഞാൻ ആ വ്യക്തിത്വത്തെ വളരെയധികം ഞാൻ മാനിക്കുകയാണത്. തീർച്ചയായിട്ടും കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടപെട്ടാൽ അത് നന്മയ്ക്കായിരിക്കണം. അവിടെ അത് തല്ലിക്കെടുത്താനായിരിക്കരുത്. യോജിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ല, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്നാണ് വിവാഹ ഉടമ്പടിയുടെ അവസാനം പുരോഹിതൻ വായിച്ചു നിർത്തുന്നത്. അതൊരു പരികർമ്മം ചെയ്യുന്നൊരു കൂദാശയാണത്. ആ കൂദാശ വേർതിരിക്കാൻ അവകാശമില്ല. അത് ഒരു പുരോഹിതനുള്ള വീട്ടിൽ അയാളോട് ചേർന്ന് ഈ നാറിയ പരിപാടിക്ക് നിന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ അത് ഒരു മോശമായ വാക്കിൽ പറയേണ്ട വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ആത്മരോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ, ആ ചുങ്കം പള്ളിയിലേക്ക് വരുന്ന ആ ഒരു രംഗം വീണ്ടും മനസ്സിൽ നിന്ന് മയുന്നില്ല. 3 ആംബുലൻസാണ് വരുന്നത്. മരണം വരുന്ന ആൾ ഓർക്കുക മർത്യാനി കൂടെ പോരുന്നതിന് ജീവിത ചെയ്തികളെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ജീവിത ചെയ്തികളൊന്നും പ്രശ്നമല്ലേ? ഇവരുടെ ജീവിത ചെയ്തികളൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തതാണോ? ഈ കീഴക്കടയിൽ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണോ ഈ പറയപ്പെട്ടതായിട്ടുള്ള ലിഖിത നിയമങ്ങളൊക്കെ? അതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മളോട് ഒന്ന് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വറചട്ടിയുണ്ട്. അവിടെ വറക്കലും പൊരിക്കലും ഉണ്ട്. അവിടെ ചെന്ന് ഇവിടുന്ന് മോശം പ്രവൃത്തി ചെയ്യുന്നവരെ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഇതൊന്നും ബാധമല്ല. ഇവർക്ക് ഇത് ബോധ്യമുണ്ടെങ്കിൽ, ഇവരിത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരാ പ്രവൃത്തി ചെയ്യാതിരിക്കട്ടെ. അത് ചെയ്യാതിരിക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിളിക്കലായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പറഞ്ഞു. കാരണം ഒരു കാരണവശാലും ഒരു പുരോഹിതൻ തല്ലിക്കെടുത്താൻ നോക്കണ്ടവനല്ല, അവരിത് തെളിയിച്ച് കൊണ്ടുവരാൻ നോക്കണ്ട. അവർ ദൈവനാളം തെളിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നാണ് ക്രിസ്തു പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവർ ആരെ പിന്തുടരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണെങ്കിൽ തിന്മ കാണിക്കാൻ തന്നെയല്ലെന്ന് ഒരു 2 പെൺകുഞ്ഞുങ്ങളോട് ഒരു സ്ത്രീയോട് ഇത്രമാത്രം കുരുതി അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് ഇവർ പറയാത്തതിൻ്റെ അവരെന്താ ചെയ്തത്? അത് പറയണം. അല്ല, സഭാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മൂലക്കാട്ട് ബിഷപ്പ് പറയണം. അതെ, അത് പറയണം. കാരണം മൂലക്കാട്ട് ബിഷപ്പിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. ഈ സ്ത്രീക്ക് എന്തായിരുന്നു കുഴപ്പം? ഇവരെന്ത് ചെയ്തു? പിന്നെ അതിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഈ ഷൈനി എത്രമാത്രം സഹനം ഏറ്റെടുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ ചോദ്യം കിട്ടുന്നത്. തന്നെയല്ല, രണ്ടാമത് വാട്സപ്പറൊക്കെ വിളിക്കാൻ വേണ്ടി ആ സിമ്മ മാറിക്കളഞ്ഞെങ്കിൽ തന്നെ കുറേയെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവായി നിൽക്കുകയല്ലായിരുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് ഓരോ നീതി അവർക്ക് കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമതൊരു ഫോൺ സറണ്ടർ ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നീതി കിട്ടുമോ എന്താ
നമുക്കൊക്കെ നോക്കിയും കണ്ട് മനസ്സിലാക്കാമല്ലോ. അത് പിന്നെ അല്ല, ഇപ്പം നമ്മൾ ഇപ്പം കുടുംബ കോടതിയിലേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ അത് തീർത്തില്ല എന്നത് അതിനകത്ത് ഈ പാപഭാരം അവർക്കുമുണ്ട്. കാരണം അവർ ഈ സങ്കടവുമായിട്ട് വന്നിട്ട് അവൻ ഇവിടെ അവധിക്ക് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലും കോടതിയിൽ ഹാജരാകാതെ അവന് യാതൊരു പ്രശ്നമില്ലാതെ അവൻ നടക്കുന്നുണ്ടല്ലോ. അത് അവന് ചേട്ടൻ വക്കീലാണ്, അതുപോലെ തന്നെ സഭയുടെ സപ്പോർട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ കുര്യാക്കോസ് പറഞ്ഞു കേട്ടില്ലേ, പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പം SIയോ DYSPയോ പോലീസുകാരോ ഒന്നുമല്ല സംസാരിക്കുന്നത്. അച്ഛൻ പറയുകയാണ് അസന്നിഗ്ധമായിട്ട്, നീ കോടതിയിൽ നിനക്ക് ഈ പൈസ അടച്ചു, നിങ്ങൾ തീർത്തേക്കാം, അല്ലെങ്കിൽ ഇത് കോടതിയിലൊക്കെ പോട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ തെറ്റായി പോയി. കാരണം ഞാൻ ആ കുടുംബശ്രീ അംഗങ്ങൾ ആദ്യം ചെല്ലേണ്ടത് ചേരിയിലായിരുന്നു ചെന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നിരുന്ന സാഹചര്യത്തിലാണ് ആ സ്ത്രീ ലോൺ എടുത്തത്. അത് ഞങ്ങളുടെ ലോണിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കേണ്ടിരുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്ത് കഴിയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്കൂട്ടായിട്ട് അതിനകത്ത് നല്ല രീതിയിൽ ഇടപെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുടുംബശ്രീക്കാരെ കൊണ്ട് ഷൈനയെ വിളിപ്പിക്കുകയും ഷൈനയുടെ തലവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഇവരുടെ വീട്ടിലേക്ക് എടുത്ത പൈസ ഇവർ ഈ ഷൈനയുടെ അമ്മായിമ്മ തന്നെ അതിനകത്ത് പറയുന്ന 1-2 ചാനലിനകത്ത് ഞങ്ങൾക്ക് ഇവിടെ പൈസ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് സ്ത്രീകൾ പണിയെടുത്ത പൈസയും വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പൈസ വേണ്ടാത്തവർ പിന്നെ എന്തിനാണ് ഇത് അടയ്ക്കാമെന്ന് പറഞ്ഞത്? ഞങ്ങളിതെല്ലാം കംപ്ലീറ്റ് അടച്ചേക്കാം, നീ ഇതെല്ലാം എഴുതി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തതാണല്ലോ. അപ്പോൾ നിനക്ക് അതിനുള്ള പരിഹാരം ഇതാ വെച്ചിരിക്കുന്നത് നിൻ്റെ തലയിൽ. അല്ല, നമുക്ക് ഏറ്റവും സ്പഷ്ടമായിട്ട് കണ്ടാൽ മനസ്സിലാക്കുന്നത് ഇവളെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അത് ഏറ്റവും പൈശാചികവും നിന്ദ്യവുമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു ഗൂഢാലോചന നടന്നിരുന്നില്ലേ എന്ന് വേണം നമ്മൾ. ഒരു രീതിയിലും പുറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ സന്ദേശത്തിൽ കൂടെയും ഫോണിൽ കൂടെയും ചെയ്ത് വിളിക്കുക. തന്നെയല്ല, എനിക്ക് വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഈ മൂത്ത കുട്ടിക്ക് 14 വയസ്സുണ്ടായിരുന്നു. ആ കുട്ടീനെ ഒരുപാട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചതാണ് അമ്മ. അമ്മയുടെ വേദനയും സങ്കടവും ദുഃഖവും കണ്ടിട്ട് ആ കൊച്ചിനും അല്പം പോലും ഒരു തടസ്സം പിടിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. അല്പം പോലും. ഇത് കണ്ടു നിന്ന മൂകസാക്ഷിയായി നിന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മ പറയുന്നതാണ് ശരി, ഇനി എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് കൺവിൻസ് ചെയ്യാൻ ഈസിയായിട്ട് കഴിഞ്ഞു ഒരു രാത്രിയിൽ. തന്നെയല്ല, ഈ നോബി ഉപദ്രവിച്ച ദിവസം ഈ പെൺകുട്ടികൾ അമ്മേനെ പൊതിഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ അവരെ തട്ടി എറിഞ്ഞ് വീണ്ടും ചവിട്ടി എറിയുകയോ ചെയ്തു ഷൈനിനെ. ഒരു വീൽ ചെയർ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ തുരുമ്പിച്ചിരിക്കുന്നതാണ്. അത് ആരോടെങ്കിലും എടുക്കാൻ ഷൈനി എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് അടി തുടങ്ങിയെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞത്. ഞങ്ങളുടെ അടുത്ത എപ്പിസോഡ് വരാൻ പോകുന്ന കാര്യമാണ്, പിന്നെ പറയാം. അനൂപ് അടുത്ത് നിൽപ്പുണ്ട്, മറ്റേ അങ്ങോട്ട് മാറി ഇദ്ദേഹം നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഷൈനി തന്നെ ഈ നൂർക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് അനൂപാണ്. അപ്പം പുള്ളിയെ നോക്കിയിട്ട് പറഞ്ഞ ആണുങ്ങൾ ആരെങ്കിലും വന്നത് പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിൽക്കുന്ന ആണല്ല എന്നുള്ളത് വ്യക്തമാണ്, അവനും അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വന്ന് ചവിട്ടി കൂട്ടി തല്ലി മൂലക്കിട്ട് വയറ്റിച്ച് ചവിട്ടി 3 സിസേറിയൻ കഴിഞ്ഞാണ് അയാളുടെ അച്ഛൻ്റെ കണ്ണ് പറഞ്ഞപ്പോൾ എടുത്തോണ്ട് പോകുമ്പോൾ ബ്ലീഡിങ്ങോട് കൂടി എടുത്തു. അല്ലാതെ മനസാക്ഷിയോ കാര്യങ്ങളുണ്ടെങ്കിലല്ലേ, ഹൃദയമൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് കണ്ണ് തന്നെയുള്ളൂ. അവർ ആർദ്രമാവും. നിന്റെ മോളെ എനിക്ക് വേണ്ട, വേറെ തെറിയും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്, അല്ലെ നിങ്ങൾ വേറെ ഡാമിൽ പോയി നോക്കിക്കോളാം. അതെ അത്ര ഇതിനൊക്കെ ചൂട്ടുപിടിച്ച് നടന്ന് മുന്നേ പോകുന്ന ഈ അച്ഛനുണ്ടല്ലോ പാതിരി. അല്ല, ഞാൻ പറഞ്ഞു നമ്മൾ ആ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട്. മാഡം കൂടെ ഉണ്ടല്ലോ അതിനകത്ത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ നമ്മുടെ എത്ര രൂപ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ പേരിലേക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസാണ് ചേരുന്നത്. എത്ര ഇൻഷുറൻസ് നമ്മുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് ചേരുവാണെങ്കിൽ നമ്മുടെ സ്നേഹം കൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. 60 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഒരിക്കലും അല്ല. ഈ തൊഴിലില്ലാത്ത ഈ സ്ത്രീയുടെ പേരിൽ 60 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു വെച്ചു. എന്തിനു വേണ്ടിയാണ്? അതാ ഭർത്താവിന് ആകെയുള്ള സ്നേഹം അതാണ്. സാറിന് മനസ്സിലായി, ഭർത്താവിന് അത് അറിയാം. ഇതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു സാർ. ഈ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു, ബ്ലീഡിങ് വരുത്തിയപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, വളരെ ബ്ലീഡിങ്ങോടുകൂടിയാണ് ആ ലേഡിയെ എടുത്തോട്ട് പോയത്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന് പിന്നിൽ അവർക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം നടപ്പിലാക്കി എന്ന് തന്നെ പറയാം. ഇവരെ മരണത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. ആത്മഹത്യ നിർബന്ധമാക്കിയ ഒരു സാഹചര്യം അതിലേക്കുണ്ട്. ഈ അച്ഛൻ ശരിക്കും ഞാൻ പറയലേ, അദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് ഇതിനെ ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും ശരിക്കും ഇതിന് അർഹതപ്പെട്ടവർ ഇപ്പോഴും സംസാരിച്ചിട്ടില്ല. ഇത് പോയി അന്വേഷിച്ചു, അവിടെ പോവുകയും ചെയ്തു. നമ്മൾ ആ സ്ഥലത്ത് പോയി ആ വീട്ടുകാരൊക്കെ അന്വേഷിച്ച നിസ്സാക്ഷികളാണ്. അതാണ് നമ്മൾ സംസാരിക്കുക. പക്ഷേ ഇതുവരെയും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു
ആരെങ്കിലും ഒരു പൊതുജനം പോലും ഞങ്ങളത്രയും പോലും ആർജവത്തോടെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അർഹതപ്പെട്ട ആളുകൾ പോലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്തുകൊണ്ട് വിശപ്പ് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നാളെ ആ വിശപ്പിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറാവാം. ഇല്ല, നമ്മൾ പറയണ ഇതിന് അർഹതപ്പെട്ട ഞാൻ ചോദിക്കുന്നത് ഈ 60 ലക്ഷം രൂപയുടെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഷൈനി ഇന്ന് ആത്മഹത്യ ചെയ്തില്ല, ഷൈനിയെ കൊന്നേനെ എന്നുള്ള. യെസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്. കറക്റ്റ്. ഇവളെ ഇന്ന് സ്കൂട്ടർ ഓടിച്ചോണ്ട് പോകുന്നതാണ്. യെസ്, ഏതെങ്കിലും ഒരു ലോറി കൊണ്ടുവന്ന് ഇവിടെ പ്രഷർക്ക് കൊല്ലാം. അതാണല്ലോ 60 ലക്ഷം രൂപ. ഇവിടെ സുകുമാരക്കുറുപ്പിന്റെ കഥയിലേക്കൂടെ വരേണ്ടേറ്റ് വരും. സുകുമാരക്കുറുപ്പിന്റെ കഥയിലേക്കൂടെ വരേണ്ടേറ്റ് വരും. നമ്മൾ അന്ന് ആലപ്പുഴ നടന്ന സുകുമാരക്കുറുപ്പ്, നമ്മളെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ പോലും ആ നടന്ന കഥയാണ് ഇവിടെ പല വീടുകളിൽ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട് സാർ. കാരണം ഈ 60 ലക്ഷം രൂപ ഇവർക്ക് വെറുതെ കിട്ടില്ലല്ലോ ഇൻഷുറൻസ് തുക. എനിക്കത് പറയാനുള്ളത് അത് അങ്ങയുടെ ചേച്ചിയുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ കൊള്ളാം. ഞങ്ങളത് അല്ല, അത് തന്നെയാണ് സംഭവിച്ചേക്കണേ. ഭർത്താവ് ഈ 60 ലക്ഷം ഈ 60 ലക്ഷം രൂപ ചേർക്കുമ്പോൾ എന്തായിരുന്നു, അതുകൊണ്ട് എന്താ ദോഷം എന്തായിരുന്നു? നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഭർത്താവ് എന്ന വ്യക്തിക്ക്. അയാൾ ആ ഉദ്ദേശശുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ സ്ത്രീ കൊല ചെയ്യപ്പെടും, അല്ലെങ്കിൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ മരിക്കും, അയാൾക്കത് ഉറപ്പുണ്ട്. നല്ലല്ലേ 60 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. ഭർത്താവ് മരണപ്പെട്ടില്ല കിട്ടും. അയാൾ എങ്ങനെയെങ്കിലും അവസ്ഥയെ കൊല്ലും. ഈ ആത്മഹത്യ ഇപ്പം നമ്മളെല്ലാം പറയുന്നത് ഈ ആത്മഹത്യ സ്വയമേ ഞങ്ങൾക്ക് അങ്ങ് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നു അല്ലല്ലോ സാറേ. മാനസികമായി ശാരീരികമായി 2 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് അവർ ആത്മഹത്യ എത്രമാത്രം അനുഭവിച്ചിട്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ എത്രമാത്രം ത്യാഗിയായിട്ടുണ്ടാവും. ഒരിക്കലും അവർ സ്വയം മരിക്കുകയല്ല ചെയ്തത്. അവരെ മക്കളെയും കൂടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മക്കൾ ഇനി ഈ ലോകത്ത് ഇവിടെ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഈ ക്രൂരന്മാരുടെ മുമ്പിൽ, ഇല്ലെങ്കിൽ ഈ അധികാരികളുടെ മുമ്പിൽ ജീവിച്ചാൽ അച്ഛൻ അവൾ കൊല്ല ചെയ്യപ്പെടും എന്ന് അമ്മ ഭയപ്പെടുന്നുണ്ട്. അമ്മ കുട്ടികൾ മരണപ്പെടുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അമ്മയാൽ തന്നെ കൊല്ല ചെയ്യപ്പെട്ടത്. സത്യത്തിൽ ഇത് ഒന്ന് ആലോചിക്കും. നിങ്ങളെപ്പോലെയുള്ള ഞങ്ങളെക്കായും കൂടുതൽ ആലോചന ശേഷിയുള്ള നിങ്ങൾ ഈ 60 ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വരാൻ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ, ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, സുകുമാരക്കുറുപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻഷുറൻസ് തുകയെ ഇങ്ങനെ കുറേ ഇൻഷുറൻസ് കമ്പനിയും ഇവിടെ പെരുക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് നിത്യം ഭക്ഷണത്തിന് വക കൊടുക്കാത്ത ഭർത്താവ്, അവർക്ക് ആഹാരത്തിന് വക കൊടുക്കാത്തവർ, ആ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറാൻ അവർക്ക് ഭക്ഷണത്തിന് എന്നെത്തിക്കണം. അവരെ ഓഡിയോ 95,000 രൂപ ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വലിയ ഭവനത്തിൽ ഇവർ ഇൻഷുറൻസ് എടുത്ത്, അത് ഞെട്ടിക്കുന്നൊരു സത്യമല്ലേ. അത് ഇതാണ് പണ്ട് നടന്നതുപോലെ തന്നെ സുകുമാരക്കുറുപ്പിൻ്റെ കാലത്ത് സുകുമാരക്കുറുപ്പ് ചെയ്തെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ക്രൂരനായ ഭർത്താവും ഈ സ്ത്രീയെയും മക്കളെയും വെച്ചുകൊണ്ട് കാശില്ലാത്ത ആള്, അയാൾക്ക് നിത്യം ഇവർക്ക് ചെലവിന് കൊടുക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ലാത്ത ഒരാൾ ഈ 1.5 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് അടയ്ക്കുകയാണ്. ഇതെന്ത് വെല്ലരിക്കപ്പെടണോ? ഇതല്ലേ വിഡ് ലോകോ? ഇതിനെപ്പറ്റി മനസ്സിൽ ചിന്തിച്ചാൽ പോരെ സാർ? അതുതന്നെയല്ല, ഇത് പണക്കൊഴുപ്പിലാണ് ഈ കേസ് ഇപ്പോഴും പിന്നിൽ വെച്ചേക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ സഭയധികാരികൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ അച്ഛന്മാർ ഇതിൽ മിണ്ടാതിരിക്കുന്നതിന് അതിൻ്റെ പ്രത്യേക ഒരു അജണ്ടയുണ്ട്. ഈ കുടുംബത്തുള്ള അച്ഛൻ, അതായത് ജ്യേഷ്ഠനായ അച്ഛൻ, അദ്ദേഹം, ഞാൻ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല, അദ്ദേഹം ഇതിൽ മെയിൻ കന്നി, അദ്ദേഹമാണ് ഈ ക്രൂരതയുടെ ഫസ്റ്റ് മോട്ടീവ്. അല്ല, അപ്പൊ മാഡം പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാം. ഷൈനിക്ക് ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലേ മനസ്സിലാക്കുന്നത്. 100% ഉണ്ടായിരുന്നു സാർ. തീർന്നു കിട്ടേണ്ട ആവശ്യമായിരുന്നു. അപ്പം ഷൈനി അത് കിട്ടില്ലല്ലോ ഇൻഷുറൻസ്. അല്ല, ആത്മഹത്യ ചെയ്ത ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളത് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടതായിട്ട്. പക്ഷെ അത് അവൾ മിടിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടരുത്. എന്നെ സംബന്ധിച്ചോളം അത് കിട്ടരുത്. ആ ദുഷ്ടനായ മനുഷ്യന് അത്രയും ക്യാഷെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടിയല്ലോ, അയാൾക്ക് അത് കിട്ടാതിരിക്കട്ടെ. ഒരു കൊലപാതക ശ്രമം അല്ല, ഇല്ല, ഇത് സാർ നിങ്ങൾ ചിന്തിച്ചാലും മതി. ഈ 60 ലക്ഷം രൂപ ഞാൻ പുണ്യം കിട്ടാൻ വേണ്ടിയൊന്നും അല്ലല്ലോ ഇൻഷുറൻസ് അടച്ചത്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എങ്ങനെയെങ്കിലും കൊല ചെയ്യപ്പെടണം. ഒരു പക്ഷേ ഷൈനി അന്ന് ആത്മഹത്യ ചെയ്തില്ലായിരുന്നു എങ്കിൽ 100% ഞങ്ങൾക്ക് പറയാൻ കഴിയും അവർ കൊല ചെയ്യപ്പെട്ടേനെ. അതിന് ഒരേ ഒരു ഉദാഹരണം ഇൻഷുറൻസ് തുകയും മതി. അങ്ങനെയല്ലേ നടക്കുന്നത്? സ്ത്രീക്ക് എന്തുകൊണ്ട് അയാൾക്ക് സ്വയം ഇൻഷുറൻസ് ഒന്നും എടുത്തില്ലല്ലോ? ഭാര്യയ്ക്കുടെ പേരിലാണല്ലോ ഇൻഷുറൻസ് എടുത്തത്. അതും പണമില്ലാത്ത, സാലറി ഇല്ല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബം അനാഥമായി പോകരുതെന്ന് ചിന്തിക്കേണ്ട ആളാണ് ഞാൻ. അവള് തീർന്നാൽ എനിക്ക് പണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇപ്പൊ ഇൻഷുറൻസ്. അതല്ലേ അതിന്റെ സത്യം. അതാ ഞാൻ സാർ നേരത്തെ പറഞ്ഞത്. ഭർത്താവിന്റെ പേരിലല്ല ഇൻഷുറൻസ് എടുത്തേ, ഭാര്യയുടെ ഷൈനിയുടെ പേരിൽ എടുത്തേക്കുന്നത്. അപ്പോൾ ഷൈനി എങ്ങനെയെങ്കിലും 2 വീലിൽ നടക്കട്ടെ, അല്ലാതെ പോകട്ടെ, വീട്ടിൽ കിടന്നുറങ്ങട്ടെ, അറ്റാക്കായിട്ട് സംഭവിക്കട്ടെ, കൊല പല രീതിയിൽ നടക്കാം. കൊലപാതകം കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു പുത്തരിയല്ല പലരും കണ്ടുകൊണ്ടിരിക്കുക. പാമ്പിനെ വരെ കൊണ്ട് കൊല്ലിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഷൈനിയും കൊല ചെയ്യപ്പെട്ടേനെ, കൊല ചെയ്തേനെ, ഷൈനിയെ കൊന്നേനെ 100% ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്.
അതിന് മോട്ടിവേറ്റ് ഈ ഇൻഷുറൻസും. അപ്പം ഈ ഷൈനി അയൽക്ക് മുമ്പേ 1 ഇഞ്ച് മുമ്പേ അത് ചെയ്തത് ആ കുട്ടിക്ക് നിക്കക്കള്ളി ഇല്ലാതെ കുട്ടി ചെയ്തു പോയതാണ്. അവൾക്കറിയാമായിരിക്കാം ഞാൻ കൊല ചെയ്യപ്പെടുമെന്ന്. അദ്ദേഹത്തെ അത് ഈ ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തുറന്നു പറയാനൊരു കഴിവില്ലാത്ത കുട്ടിയായിപ്പോയി. അല്ലെങ്കിൽ അത്രയും വിശപ്പ് സഹിച്ചില്ലെങ്കിൽ ആ മക്കളുടെ ഇത്രയും ത്യാഗം സഹിച്ച കുട്ടി അതിനകത്ത് കിടക്കണം. സ്വന്തം അച്ഛനും അമ്മയെ പോലും രക്ഷയ്ക്ക് വരാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ പതറിപ്പോയി. സ്വന്തം ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന പീഡനം സമൂഹത്തിൽ അവർ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. കാരണം കുടുംബശ്രീ മറ്റും മറിച്ചു. ഇപ്പോൾ അവരെല്ലാം ഇതിൽ കണ്ണികളല്ലേ സാർ? അവർക്കെല്ലാവർക്കും ഇതിൽ കയ്യൊപ്പില്ലേ? അവരാരും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നില്ല. ഒരു പോലീസ് അധികാരികൾ പോലും ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എവിടെയായിരിക്കും കേസ് നടക്കുന്നത്. എനിക്കൊരു വിശ്വാസമില്ല സാർ ഈ കേരളത്തിലെ ഈ ഒരു രീതിയിലുള്ള ഒരു പോലീസുകാർ. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വൻ മാഫിയാണ്. എൻ്റെ പേര് ലൈല റഷീദ് എന്നാണ്. ഈ നമ്മുടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഘടകകക്ഷിയിൽപ്പെട്ട മഹിളാ വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? ഞാൻ നാഷണൽ ജനതാദളിൻ്റെ മഹിളാ വിങ്ങിന് സംസ്ഥാന അധ്യക്ഷയാണ്. പിന്നെ ജ്വാല എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാർ യാത്ര ചെയ്തപ്പോൾ സ്ത്രീകളെയും കുട്ടികളുടെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലത്തും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെയെങ്കിലും ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ ജിഷ കൊലപാതകം നമ്മളാണ് ഇങ്ങനെ അത് കൊണ്ടുവരികയും ചാനലുകാരോട് പറയും ഇങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്ത ആൾ എന്ന നിലയിൽ പെരുമ്പാവൂർ അത് നമ്മളെ അയൽവാസികൾ അറിയുന്ന കേസായിരുന്നു. സാർ ഇനി ഇത് അവസാനമെങ്കിലും ആവട്ടെ എന്നാണ് ഷൈനി ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു കുട്ടികൾക്കും ഇനി ഒരു സ്ത്രീക്ക് ഇത് രീതിയിലുള്ള മരണത്തിലേക്ക് തള്ളിയിടാതിരിക്കുക. ഇവർ തള്ളിയിട്ടതാണ് സാർ. ഇല്ലാണ്ട് 2 കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഒരു അമ്മ ഒരിക്കലും ആത്മഹത്യയും തയ്യാറായി വരില്ല. കാരണം അവർ നൊന്ത് പ്രസവിച്ച സ്ത്രീയാണ്. അവർക്ക് ആത്മഹത്യക്കില്ല. ഈ പാതിരിമാരുടെയും ഈ പള്ളിയച്ചന്മാരുടെയും ഇല്ലെങ്കിൽ അധികാരവർഗത്തിൻ്റെ ഈ ക്രൂരത അവസാനിക്കണം സാർ. നിങ്ങളെങ്കിലും ഇത് സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവരികയും ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത് ഞങ്ങൾക്ക് അസഹനീയമാണ്. ഞങ്ങൾക്ക് പരിധികൾ സഭയുടെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രതികരിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അധികം പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഷൈനിയുടെ വിഷയത്തിൽ അച്ഛൻ പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലും പ്രശ്നം ഇതായി വന്നിട്ടില്ല എന്നത് സത്യം തന്നെ. അച്ഛൻ കുറച്ച് തിരക്കിലായതുകൊണ്ടും അച്ഛൻ ഈ വിഷയം ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തതാണ്. വട്ടോളിച്ചൻ ഈ ഷൈനിയുടെ കാര്യത്തിൽ പോകണം അന്വേഷിക്കണം എന്നൊക്കെ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്യും. നമ്മുടെ അച്ഛനെ ഇപ്പം അത് ഒതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാളയാർ കേസിൽ അച്ഛനെ ഇതാക്കിക്കൊണ്ട് അവിടെ ഒരു വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വാളയാർ വിഷയം നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ 28 ദിവസം ഹൈക്കോടതിയിൽ നിന്ന് സെക്രട്ടറിയേറ്റിൽ കാൽനടയായി യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. 28 ദിവസവും ഞങ്ങളിപ്പോൾ ഒരു വെയിലത്ത് യാത്ര ചെയ്തു. പക്ഷെ നമുക്ക് നീതി നിഷേധിക്കപ്പെടുകയല്ലേ സാർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടികളുടെ അമ്മയെ സാക്ഷിയാക്കിക്കൊണ്ടും ഇല്ലെങ്കിൽ അവരെ ഇതിൽപ്പെടുത്തിക്കൊണ്ടും അല്ലേ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നടക്കുന്നത്. പട്ടിയെ പൂച്ചയാക്കും പൂച്ചയെ പട്ടിയാക്കാൻ ഇവിടെ ആരെക്കൊണ്ടും കഴിയും. അതാണ് സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ട്. അപ്പോൾ അച്ഛനെ അത് ഈ വിഷയം പഠിക്കുന്നുണ്ട് ഇല്ലയെന്നല്ല. ആ സന്നിയെപ്പറ്റി ഞാൻ അച്ഛനോട് സംസാരിച്ചായിരുന്നു. സന്നി ഇത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം പറഞ്ഞു. അതിൻ്റെ എല്ലാ ഒത്താശയും സപ്പോർട്ടും. അച്ഛൻ ഇപ്പോൾ ഔദ്യോഗികമായി ജോലി പ്രവേശിച്ചു. അതിൻ്റെ കുറേ പരിമിതികളുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഈ അങ്ങ് നേരത്തെ പറഞ്ഞു സന്നി പറഞ്ഞതുപോലെ നമ്മളാരും സംസാരിച്ചാൽ ഞങ്ങൾക്കാരെയും പേടിയില്ല സാർ. ഞങ്ങളൊരു നാൾ ജനിച്ചു മരണപ്പെടും നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ജിഷ സംഭവത്തിൽ ഇറങ്ങി തിരിച്ചതും ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ എടുത്തൊന്നും പറയുന്നത് അങ്ങേക്കറിയാം. പത്രപ്രവർത്തനം ഞാനും വർഷങ്ങളെ പത്രപ്രവർത്തനം നടത്തിയ ആളാണ്. അപ്പോൾ ഈ കേസ് കേരളത്തിൽ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു കേസും നിങ്ങളാരും ഉപേക്ഷിക്കപ്പെടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഭയപ്പെടുന്നത് എന്തിനാണ്? അധികാരി വർഗത്തെയാണ്. ഞങ്ങൾക്കൊന്നും അധികാരി വർഗത്തെ ഭയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തുറന്നു പറയുന്നത്. തീർച്ചയായിട്ടും ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും മരണത്തിന് ശേഷം നീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ ആശ. ഇവർ തെറ്റ് ആരൊക്കെ പറ്റുന്നുണ്ടോ ഭർത്താവും ജ്യേഷ്ഠനും ഉൾപ്പെടെ ഷൈനിയുടെ അച്ഛനും അമ്മയും ഞാൻ ഇതിൽ കാണുന്നവരും. കാരണം ഒരു മകൾക്ക് അഭയം കൊടുക്കേണ്ട മാതാപിതാക്കൾ പോലും തള്ളിപ്പറഞ്ഞൊരു നിമിഷം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മാതാപിതാക്കളും ഈ കാര്യത്തിൽ തെറ്റുകാർ തന്നെയാണ്. ഈ സഭ ഇതിന് നീതിപൂർവമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി ഞങ്ങൾ മുന്നോട്ട് അച്ഛനെ കാണുകയും അങ്ങ് പറഞ്ഞതുപോലെ മേലധ്യക്ഷനെ കാണുവാനും അത് പരാതി കൊടുക്കാനും തയ്യാറാണ്. തീർച്ചയായിട്ടും ലക്കാട് ബിഷപ്പിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ഇതിനെ പ്രതികരിച്ചേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് ഇയാൾക്ക് അതായത് ഈ ഷൈനി ജ്യേഷ്ഠൻ എന്ന് പറയുന്ന അച്ഛനിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കും സഭയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 16 വർഷം ഒരു വീട്ടിലൊരു വീട്ടുവേലക്കാരിയെ വെച്ചാൽ എത്ര ലക്ഷം രൂപ അവർക്ക് കൊടുത്താൽ പറ്റും സാലറി ആയിട്ട്? തീർച്ചയായിട്ടും ആ അധ്വാനത്തെ കണ്ടോ. ഉണക്കക്കപ്പ പാറപുറത്ത് ഉണങ്ങിയിട്ട് 50 കിലോയുടെ ഒരു ചാക്ക് കെട്ടി ഇവിടെ തലയിൽ വെച്ചിട്ട് അവിടെ ഇറങ്ങി അവിടെ ഉരുണ്ട് വീണ് അവിടെ വെടലി ഉളുക്കി കിടന്നിട്ട്
ഇവിടെ ആരും നോക്കാഞ്ഞിട്ട് ഈ നമ്മൾ ഈ ചീത്ത വിളിക്കുന്ന ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന അച്ഛൻ കാറ് കൊണ്ടുവന്ന് അത് ആ പെണ്ണെ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ച് പുതിയ കട്ടിൽ വാങ്ങിച്ചിട്ട് തടിക്കെട്ടിൽ വാങ്ങിച്ചിട്ട് അവിടെ കിടന്ന് ചികിത്സിച്ചാണ് അവളെ ഇവിടെ വിട്ടത്. അങ്ങനെ ഒരു ചികിത്സ അങ്ങനെ പോലും നോക്കാനും ഇവിടെ ആളില്ല. കാരണം ഇവളെങ്ങനെയായാലും മരണപ്പെട്ടു, ഇവൻ്റെ ചവിട്ട് കൊണ്ടിട്ടോ ഇവളിങ്ങനെ ക്ഷയം പിടിച്ച് അങ്ങ് മരണപ്പെട്ടാൽ ഇൻഷുറൻസ് ഈസിയായിട്ട് കിട്ടുമെന്നുള്ള കണക്കൂട്ടി വിശ്വാസമാണ്. വിശ്വാസം സാർ. അത് ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞ പോലെ വീട്ടിൽ അടുക്കള ജോലി മാത്രമേ സെക്സ് ഹറാസ്മെൻറ്റ് നന്നായിട്ട് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. വളരെ ക്രൂരമായിട്ട് സെക്സ് ഹറാസ്മെൻ്റ് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. അങ്ങനെ ഈ 2 കുട്ടികൾ ജനിക്കപ്പെടുകയാണ് ചെയ്തത്. ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ആകാൻ പാടില്ലേ, അങ്ങനെയെല്ലാം ആ ഷൈനിയോട് അവർ ക്രൂരത കാണിച്ചു. ആ വീട്ടുകാരുടെ ആ അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം വളരെ മോശമായിരുന്നു ആ കുട്ടിയോട്. സംസാരം മാത്രമല്ല, പ്രവൃത്തിയും. സംസാരിക്കാൻ വായ കൊണ്ട് സംസാരിക്കുന്നത് മാത്രമല്ലല്ലോ. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതിൽ നിന്ന് ആ കുട്ടി ആ വീട്ടിൽ നിന്ന് 16 വർഷം അങ്ങ് പറയുന്നില്ലേ, 16 വർഷത്തിൻ്റെ ഇരട്ടി ആ കുട്ടി അനുഭവിച്ച് തീർന്ന ശേഷമാണ് മരണത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഈ ഒരു കപ്പച്ചാക്ക് വീട് മാത്രമല്ല, അല്ലാതെ പോകുന്ന വഴിക്ക് കാലിടുകയും അടുക്കളയിൽ നിൽക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളങ്ങൾ തളിക്കുകയും അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും പല രീതിയിൽ കുടുംബത്തിൽ തന്നെ ക്രൂരത അനുഭവിച്ച കുട്ടിയാണ് അവർ. അങ്ങനെ പല അവർ ആ മാതാവിനോട് തുറന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ശരിയാണെങ്കിൽ വേലക്കാരിയാണെങ്കിൽ ചെറിയ നാളെ ഈ പ്രാവശ്യം ശമ്പളം തന്നിട്ട് ഞാൻ വീട്ടിൽ പോവാണ് എന്ന് പറഞ്ഞ് ആ വേലക്കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഏത് സാർ, അവർക്ക് പോകാൻ ഇടമില്ലായിരുന്നു. കയറിൽ നിന്ന് ഒരു പെണ്ണിന് സ്വാതന്ത്ര്യമില്ല പുറത്തിറങ്ങി നടക്കാൻ. തീർച്ചയായും സാർ, അത് ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പം സണ്ണി പറഞ്ഞതുപോലെ നമ്മൾ പള്ളിയിലും മറ്റത്തും പോയി വിളിച്ചു കൊല്ലലും സമ്മതമൊക്കെ ചോദിച്ച ശേഷം വിവാഹം കഴിക്കുന്ന അതും ക്രിസ്ത്യൻ ജീവിക്കുന്നവർക്ക് അവർക്ക് ഒരു കാരണവശാലും ആ അവർ നല്ല ബന്ധമാണ്. മുസ്ലിംസിൻ്റെ ഇടയിലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെയും കൂടുതൽ ഞാൻ കണ്ടു ബഹുമാനിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ ദാമ്പത്യ ജീവിതത്തിൽ വലിയ കെട്ടുറപ്പും സന്തോഷവും സമാധാനം. അവർക്ക് പിന്നീട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ അതിന് മാറ്റങ്ങൾ ഒരു 5-6 വർഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ പ്രാപ്തരല്ലാത്തൊരവസ്ഥയാണ് ആ കാര്യത്തിൽ. ഒരു പട്ടിയാണെങ്കിൽ പോലും നമ്മൾ എത്ര ചൂറ് കൊടുക്കുന്ന പട്ടിയായാലും നമ്മൾ ചവിട്ടിയാൽ അത് തിരിച്ചൊരു കടിക്കും. അങ്ങനെ പോലും കടിക്കാതെ ഈ 16 വർഷം പലവട്ടം അവനെതിരെ ഒരു പേപ്പർ പോലും എഴുതി വെക്കാതെ ഒരു പെണ്ണ് മരിക്കും. ഇത് ത്യാഗമാണോ, ഇതൊരു ബുദ്ധിമോശമാണോ? ബുദ്ധിമോശം എന്നാണോ സാറേ പറയുന്നത്? സാർ നേരത്തെ പറഞ്ഞതുപോലെ അവരെ ക്ലെയിമിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആ കുട്ടികളെ പിടിച്ചുകൊണ്ട് അവർ പോകുന്ന ഒരു രംഗം നമ്മൾ വീഡിയോയിലേക്ക് കണ്ടല്ലോ. അപ്പോൾ ഇളയ കുട്ടി മടിക്കുന്നുണ്ട് പോകാനായിട്ട്. എത്ര വേദനയാണെന്നൊന്ന് ആലോചിക്കുക. മരണത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ, മരണത്തിലേക്ക് പോകാനുള്ള മടിയാണോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.